അവൻ ഒരു സ്നേഹം പോലും യാക്കോബ് എനിക്ക് തരുന്നില്ല. അവൻ പങ്കുകൾ ഏറെ കൊടുക്കുന്നത് റാഹേലിനാണ്. എന്നോട് മിണ്ടാറില്ല, എന്നോട് സംസാരിക്കാറില്ല, എനിക്ക് വേണ്ടതൊന്നും ചെയ്തു തരാറില്ല. ഒരു ബാധ്യതയെ പോലെ ഞാൻ ഈ കുടുംബത്തിനകത്ത് നിൽക്കപ്പെടുമ്പോൾ, അവൻ എന്റെ കണ്ണിന് ഞാൻ പലതും കാണുമ്പോൾ, പ്രതികരിക്കാൻ എനിക്ക് അനുവാദമില്ലാതെ നിൽക്കുമ്പോൾ, പലതും മൗനമായി അവൻ വായടച്ചു കൂട്ടി ഞാൻ ഇരിക്കപ്പെടുമ്പോൾ, ദൈവം അവളെ കണ്ടിട്ട് പറയുകയാണ്, അവൻ നീ ഭാരപ്പെടരുത്, നിന്റെ പ്രതിസന്ധി അടിക്കാൻ പോകുകയാണ്. നീ നിൽക്കുന്ന ഇടത്ത് തന്നെ നിൽക്കുക. ഹാഗറിനെ പോലെ ഇറങ്ങിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. കരുത്തന്മാർ നിന്റെ അകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. നീ പലർക്കും അവഗണിക്കപ്പെട്ട വ്യക്തിത്വമാണെങ്കിൽ, പലരും നിന്നെ ഒഴിവാക്കിയതാണെങ്കിൽ, പലരും നിന്നെ വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ, എന്റെ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. അതിനായി തീച്ചൂളക്കകത്തൂടെ ദൈവം നിന്നെ കയറ്റിവിട്ടത്, അതിനായി പ്രതിസന്ധിക്കകത്തൂടെ ദൈവം നിന്നെ കയറ്റിവിട്ടത്. നീ ചോദിച്ചില്ലേ എന്തിനീ ബന്ധം തന്നു? നീ ചോദിച്ചില്ലേ എന്തിന് ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിച്ചു? നീ ചോദിച്ചില്ലേ എന്തിന് ഞങ്ങൾ ഇത് വെച്ചു? നീ ചോദിച്ചില്ലേ എന്തിന് ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ വിളിച്ചു? ദൈവത്തിന് ഒന്നേ പറയാനുള്ളൂ, നിൽക്കുന്നിടത്ത് നീ ഉറപ്പോടെ ധൈര്യത്തോടെ നിൽക്കാം. ദൈവത്തിന് നിന്റെ മേൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുവാനായിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അനേകമായിരം ചോദ്യങ്ങളുടെ മറുപടി എന്നവണ്ണം ദൈവം അവിടെ മേൽ തന്റെ ദൃഷ്ടി പതിപ്പിക്കാനായിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒത്തിരി ചോദ്യങ്ങളും കയറി ഇന്ന് പകൽ യോഗത്തിനകത്ത് നിങ്ങൾ വന്നിരിക്കുമ്പോൾ ലേയെ കണ്ടതുപോലെ ദൈവത്തിന്റെ തേജസ്സുള്ള, യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള കണ്ണുകൾ നിങ്ങളുടെ മേൽ ഇന്ന് പകൽ പതിയപ്പെടുകയാണ്. ഉണങ്ങാത്ത ചില മുറിവുകളും കയറി ഈ യോഗത്തിനകത്ത് ഹൃദയം തകർന്നവനെ പോലെ വന്നിരിക്കുമ്പോൾ ആകെയുള്ള പ്രത്യാശയും പ്രതീക്ഷയും ദൈവത്തിന്റെ സന്നിധിയാണ്. ഇവിടെ വന്നിട്ടും പലപ്പോഴും ഒരു ദൈവശബ്ദം കേൾക്കാതെ വേദനയോടുകൂടെ മടങ്ങിപ്പോയ എത്രയോ സന്ദർഭങ്ങൾ ജീവിതത്തിനകത്തുണ്ട്. പക്ഷെ ഇന്ന് മുതൽ കർത്താവ് പറയുന്നത്, കർത്താവിന് നിന്നെ ആവശ്യമാണ്. ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പദ്ധതികളുണ്ട്. ദൈവത്തിന്റെ കൃപ അത്യന്തപരമായി ഇന്ന് മുതൽ വേദനിക്കപ്പെടുന്നവരുടെ മേൽ, അവഗണിക്കപ്പെട്ടവരുടെ മേൽ കർത്താവ് തന്റെ കൃപ പകരപ്പെടുന്ന ദിവസമാണ്. വിശ്വാസമുണ്ടെങ്കിൽ കരങ്ങളുയർത്തി. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന റാഹേൽ അറിഞ്ഞില്ല. ചോദിക്കണ്ടേ ചേച്ചിയെ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? സ്തോത്രമല്ലേലൂയ. അവൻ ചോദിക്കാൻ ഒരാളുമില്ലാതിരിക്കെ തനിക്ക് ദാസിമാരുണ്ടായിരുന്നു, അവരും ആരും ചോദിച്ചില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ആരും ചോദിക്കാതെ, മുഖം വാടിയാലൊന്നും ചോദിക്കാൻ ഒരാൾ പോലും ഇല്ലാതെ അവൻ യാക്കോബിനോട് കൂടെ, റാഹേലിനോട് കൂടെ അവൻ വർഷങ്ങളോടെ കഴിയപ്പെടുമ്പോൾ, അവനല്ലേ ഒരു വിടുതൽ നടന്ന സമയത്ത് ആ സഹോദരി പറയുന്ന ഒരു ഭാഗം എന്നോട് വായിച്ചത് ഒന്നുകൂടെ വായിക്കാമോ? യഹോവയാ എന്റെ സങ്കടം കണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. കണ്ടേച്ച് സങ്കടം കണ്ടേച്ച് ഇട്ടേച്ചു പോകുന്നവനല്ല നാം ആരാധിക്കുന്ന യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് ജീവിതത്തിലേക്ക് വരികയാണ്. ഒരു അമ്മയ്ക്ക് ഭയങ്കരമായ സങ്കടം. ജീവിതത്തിൽ അവൾ ഒറ്റപ്പെട്ടു പോയി. ഭർത്താവ് ഭർത്താവ് മരിച്ചുപോയി. ആകെ ഉണ്ടായിരുന്ന മകനെ നഷ്ടപ്പെട്ടു പോയി. അവിടെ സങ്കടം കണ്ടെന്ന വായിച്ചതല്ലേ? ഹല്ലേലൂയ. നൈനിലെ വിധവയുടെ വീട്ടിൽ നിന്നും പാട്ടുപാടി മൃതശരീരമെടുത്ത് പുറത്തോട്ട് പോകുമ്പോൾ പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിക്കപ്പെട്ട സ്ഥാനത്ത് അവരുടെ യേശു ക്രിസ്തു പ്രതീക്ഷയുടെ നാമം കയറി വിധവയുടെ അടുക്കിലേക്ക് കടന്നു വരികയാ. സ്തോത്രമല്ലേ. ഇന്നലകളിൽ വിടുതൽ നടന്നില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടാൻ വരട്ടെ. സ്തോത്രമല്ലേ. കർത്താവ് ഇന്ന് വരെ നിനക്ക് ഒരു എൻകൗണ്ടർ, ഒരു മുഖാമുഖ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് താമസിപ്പിച്ചത്. ഇന്ന് പകലിൽ എന്റെ കർത്താവ് പറയുക, ഞാൻ നിന്നെ മുഖാമുഖം കാണാൻ വരികയാണ്. ഞാൻ നിന്നെ മുഖാമുഖം
ഹല്ലേലൂയ. ആരുണ്ട് എന്നോടൊന്ന് നാം സംസാരിക്കാൻ? ഹല്ലേലൂയ. എന്റെ വീട് ഇതോടുകൂടെ തീരുകയാ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ വീട് ഇതോടുകൂടെ തീരുകയാ. ആര് പറഞ്ഞു നിന്റെ വീട് തീരാൻ പോവാണെന്ന്? സ്തോത്രം. ഇതുവരെ വെളിപ്പെടാത്ത ഒരു ദൈവപ്രവൃത്തി, ഇതുവരെ നീ കാണാത്ത ദൈവത്തിന്റെ മഹത്വവും നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്താനാ ഈ പ്രതിസന്ധിയുടെ അവനല്ലേലൂയ മാലപ്പടക്കങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് ഓട്ടിയത്. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ആത്മാവിൽ പ്രതികരിക്കുന്ന മഹത്വങ്ങൾ അതേ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം നിനക്ക് വേണ്ടി നീട്ടാൻ പോകുകയാണ്. പലതിനെ ഓർത്ത് സഹോദരി കരഞ്ഞുപോയി. പ്രതീക്ഷ വെച്ച് വളർത്തിക്കൊണ്ടുവന്ന തലമുറതേ അവനല്ലേലൂയ എന്റെ കണ്ണടയ്ക്കപ്പെടേണ്ട, അവനല്ലേലൂയ എനിക്ക് അവസാനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ട മകന്റെ കാര്യം ഞാൻ ചെയ്യേണ്ട ഗതികേട് എനിക്ക് വന്നല്ലോ. ഇത്തിരി സന്തോഷത്തോടു കൂടെ വളർത്തിക്കൊണ്ടുവന്നതാ. അഭിമാന സ്തംഭമായി വളർന്നു വന്ന തലമുറ അപ്രതീക്ഷിതമായി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഇനി ഞാൻ എന്തിനും ജീവിക്കപ്പെടണം? സ്തോത്രം. സാധാരണ ഒരു സഹോദരിയുടെ ഹൃദയത്തിനകത്ത് ഉരുവാകുന്ന ചോദ്യങ്ങളാ ചോദിക്കപ്പെട്ടത്. യേശു കർത്താവ് അവനല്ലേലൂയ ഈ ദൈവ പട്ടണത്തിലേക്ക് കയറി വരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ആയിരങ്ങൾ അവിടെ കൂടി നിൽക്കുമ്പോൾ, ജനസമൂഹങ്ങൾ തടിച്ച് കൂടി നിൽക്കപ്പെടുമ്പോൾ കർത്താവിനാണ് ഇതിനെന്താണ് ദുഃഖിക്കുന്ന, സങ്കടപ്പെടുന്ന ഒരു അമ്മയുണ്ട്. ആ അമ്മയെ തിരക്കി യേശു വന്നതാണ്. സങ്കടപ്പെട്ട് ഞാൻ എന്റെ ഭാവനയെ കൂടെ ചേർത്ത് കൊടുക്കാൻ പ്രസംഗിക്കട്ടെ. പല ആളുകളും അവിടെ താങ്ങിയെടുത്തോണ്ട് വഴിയിലൂടെ നടന്നു വരുമ്പോൾ യേശു ക്രിസ്തു സഹോദരൻ അടുക്കലേക്ക് ചെല്ലുകയാണ്. കർത്താവ് ആ സഹോദരന്റെ തോളിൽ നിന്ന് തൊട്ട് കാണാം. സ്നേഹത്തിന്റെ കരമാണ് യേശുവിന്റെ കരം. ചേർത്ത് പിടിച്ചിട്ട് കർത്താവ് സ്വകാര്യമായിട്ടൊരു കാര്യം പറഞ്ഞു, കരയണ്ട. ആമേൻ കേട്ടോ. കാതിലെ ശബ്ദം കേട്ട് കരയണ്ടെന്ന്. ഓ ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. ഇന്നലെ വരെ കേൾക്കാത്ത അവനല്ലേലൂയ, അല്ലെങ്കിൽ ഇന്നലെ കേട്ടിട്ടും അവനല്ലേലൂയ അവൻ സങ്കടങ്ങൾ മാറാത്ത ഒരു വാക്ക് അവനല്ലേലൂയ. ഇപ്പൊ വേറൊരു വന്നിട്ട് പറയാം കരയണ്ട എന്ന് പറയുന്നു. അവൻ എന്താ കർത്താവേ കരയണ്ട എന്ന് പറഞ്ഞതിന്റെ കാരണം? സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവിന്റെ ദൂത് പറയാം, നീ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്നും കേട്ടോണം, നീ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്നും ചില തുടക്കം നിനക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ പോകും. നീ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്നും നീ വിചാരിച്ചാൽ നീ വഴിയിലൂടെ വരുമ്പോ എന്തെങ്കിലും നടക്കുമെന്ന്, വിടുതൽ വരെ നടക്കുമെന്ന് വിചാരിച്ചോ? ഒരു വിടുതലോട് ഒരു പ്രതീക്ഷ ഇല്ലാതെ ഇറങ്ങി വന്നത്. മാത്രമല്ല ദൈവാത്മ പറയുക, നീ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന് ചില തുടക്കങ്ങൾ നിനക്ക് യേശുവിന്റെ നാമത്തിൽ ജയമുണ്ട് കേട്ടോ. നീ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന് ആത്മാവിനെ കൊണ്ട് പരലോകത്തിലേക്ക്, നീ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന് ദൈവത്തിന് ചില പുതിയ തുടക്കങ്ങൾ നൽകി. വഴിയല്ലേ, ഇവിടെ എന്താ നടക്കാനാ? ഞങ്ങളുടെ വീട് ഇങ്ങനെ കിടക്കുക, ഇനി എല്ലാം നടക്കാതെ അകത്ത്. എന്റെ ജീവിതം ഇങ്ങനെ തീർന്നു കിടക്കുക, ഇനി എല്ലാം നടക്കാനാ എന്ന് പകരം പറയുക. ദൈവത്തിന്റെ ആത്മാവ് അവിശ്വാസമേ പറയുന്നതാ. പരിശുദ്ധാത്മാവ് പറയുന്നു, ചില പുതിയ തുടക്കങ്ങൾ നീ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി തരും. കാണുന്ന ഒരു കാഴ്ചപ്പാടിതാണ്. അവൻ വളർന്നു വന്ന അവനല്ലേലൂയ ഒരു തയ്യെ ചവിട്ടി അരച്ച അവൻ മണ്ണിന്റെ മേളിൽ ഇനി വളരാൻ സാധ്യതയില്ലാന്ന് പറഞ്ഞ് ചവിട്ടി അരച്ചിട്ടിടത്ത് നിന്ന് അവൻ ദൈവത്തിന്റെ ആത്മാവിന് പറയുക, അതിന്റെ നടുവിൽ നിന്ന് അതിന്റെ അകത്ത് നിന്ന് വീണ്ടും ഒരു മുളകാൻ പൊട്ടിക്കാൻ പോകുകയാണ്. വീണ്ടും ഒരു മുളകാൻ പൊട്ടിക്കാൻ പോകുകയാണ്. വീണ്ടും ഒരു മുള പൊട്ടിക്കാൻ കുളിർപ്പിക്കാൻ പോകുകയാണ്. അവനല്ലേലൂയ ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാലും അത് വീണ്ടും പൊട്ടിക്കിളറും. പൊട്ടിക്കിളർക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ദൈവം നിങ്ങളെ കാണിക്കാൻ പോവുക. സ്വത്രം 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 ഹല്ലേലൂയ. പൊട്ടിച്ചു കിളർപ്പിക്കുന്ന ഒരു ദൈവ പ്രവൃത്തി. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ചവിട്ടി അരച്ച് ഇനി നീ ഇവിടെ വേണ്ട കേട്ടോ. ഇനി നീ ഇവിടെ വേണ്ട, നീ ഇവിടെ വാഴണ്ട. നിന്റെ പ്രാർത്ഥന ഇവിടെ വേണ്ട, നിന്റെ ആരാധന ഇവിടെ വേണ്ട, അവന് നിന്റെ ബിസിനസ് ഇവിടെ വേണ്ട, നിന്റെ ജീവിതം ഇവിടെ വേണ്ട. സ്തോത്രം. അരക്കിയ ചവിട്ടി കീറി നിന്ന് അരയ്ക്കുമ്പോ അവനെ
കർത്താവ് പറയുക, അതിനെ നാളിൽ ഞാൻ പൊട്ടിച്ച് വിളർപ്പിക്കാൻ പോകുന്നു. വിശ്വാസപ്പെടുന്ന സ്തോത്രം പറയാണ് കേട്ടോ. പൊട്ടിച്ച് വിളർപ്പിക്കുന്ന പൊട്ടിച്ച് വിളർപ്പിക്കുന്ന ഒരു ദൈവ പ്രവൃത്തി. കൂട്ടത്തിൽ അവൻ സങ്കടപ്പെട്ടവന്റെ വേദനിക്കപ്പെട്ടവന്റെ വഴി കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. ദേശത്ത് വെല്ലുവിളി ഏറ്റവന്റെ വഴി കൂടെ ഉണ്ടായിരുന്നു. അവൻ കുടുംബക്കാർ ഒഴിവാക്കിയവന്റെ വഴി കൂടെ ഉണ്ടായിരുന്നു. ദേശം മാറ്റി നിർത്തിയവന്റെ വടിയുണ്ടായിരുന്നു. ഹല്ലേലൂയ. ചങ്കെ പിടിച്ച് തള്ളിക്കളഞ്ഞവന്റെ വടിയുണ്ടായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. 11 കൂട്ടത്തിൽ ഇത്ര വേദന നിന്നവന്റെ വടികളെ കയറ്റി വെച്ചിരിക്കുക. ഒറ്റ രാത്രി കൊണ്ട് ദൈവം കാര്യങ്ങളെ തകിടം മറിച്ചെന്ന് വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് 360 ദിവസമൊന്നും വേണ്ട. ഒരു കാര്യം ക്രമപ്പെടുത്തണമെങ്കിൽ ഒറ്റ സെക്കൻഡ്, ഒറ്റ രാത്രി, 12 മണിക്കൂർ. ഇരുട്ടിന്റെ മറവിടത്തിൽ സാക്ഷി കൂടാരത്തിന് അകത്ത് വടികളെല്ലാം കയറ്റി വെച്ചിരിക്കുന്നു. അർദ്ധരാത്രിയിലെ ഭക്തരെ, ഭക്തന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്തൊരു തളിർപ്പുണ്ടെന്നുള്ളത് അവൻ വാസ്തവമായി കർത്താവിന്റെ രാവിലെ സമയം നിങ്ങളോട് അറിയിച്ചു. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ വചനത്തിന്റെ ശക്തിക്കായി സ്തോത്രം ചെയ്യുന്നു. പിറ്റേന്നാൾ മോശ സാക്ഷി കൂടാരത്തിൽ കടന്നപ്പോൾ അഹരോന്റെ വടി അവന് തളിർക്ക മാത്രമല്ല പൂത്ത് ഫലം കായ്ച്ചു. ഒറ്റ രാത്രി കൊണ്ട് എന്തെല്ലാം കാര്യം ദൈവം ചെയ്താൽ സ്തോത്രമല്ലേ. ദൈവത്തിന് നിന്നെ വളർത്തണമെങ്കിലേ ഒരു മണ്ണിന്റെ ആവശ്യമില്ല, ഒരു വളത്തിന്റെ ആവശ്യമില്ല, ഒരു വെള്ളത്തിന്റെ ആവശ്യമില്ല, അവന് ഒരു സൂര്യപ്രകാശത്തിന്റെ ആവശ്യം ദൈവത്തിനില്ല. അവൻ ദൈവത്തിന് നിന്നെ വളർത്തണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ഒറ്റ രാത്രിയുടെ അവനിലെ ഒറ്റ സെക്കൻഡ് മതി ദൈവത്തിന്റെ ജീവിതത്തെ അവനിലെ ഒന്ന് റീക്രിയേഷൻ ചെയ്യാനായിട്ട്. അവന് വടി കൊണ്ട് വെച്ചേച്ച് മോശ അവന്റെ അഹരോൻ കടന്ന് കൂർക്ക വലിച്ചുറങ്ങുകയല്ല. രാത്രിയുടെ യാമത്തിൽ നിന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഗുരുവിപ്പ് അവസാനിപ്പിക്കണം. ആ ജനത്തോട് എതിരാനുള്ള ശക്തി എനിക്കില്ല. മാത്രമല്ല അവർ കൂടപ്പുറപ്പുകളെ പോലെ സ്നേഹിക്കുന്നവരാണ്. അവൻ കർത്താവേ, ദൈവനാമത്തിന് അപമാനം വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രമല്ലേലൂയ. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാകേണ്ടതിന് ദൈവം ഇടപെട്ടേ പറ്റും. ഒഴിച്ചാൽ അത് ഉണങ്ങിപ്പോകുമെങ്കിൽ നിന്റെ കണ്ണുനീര് പലതും വളരാൻ കാരണമായി മാറും. നിന്നെ ഇത് പകലിൽ കർത്താവ് അവൻ കണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. അവൻ കർത്താവ് നിന്നെ അവനിൽ അടുത്തറിയുന്ന വ്യക്തിത്വമാണ്. സ്തോത്രമല്ലേലൂയ. വടി അങ്ങനത്തെ ആയിരുന്നു കേട്ടിട്ടുണ്ടോ? അവന് വടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കമ്പല്ല, ഉണങ്ങിയമ്പ. ഇനി ഇതിനകത്ത് എങ്ങനെ ഒന്ന് നടപ്പിക്കുന്നത്? നടക്കുവോ? സ്തോത്രം ഹല്ലേലൂയ. നടക്കുമോ എൻ്റെ വണ്ടി? ഹല്ലേലൂയ. പച്ചയായിരുന്നു അല്പമെങ്കിലും പറയാറ് എങ്ങനെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പൊട്ടിക്കിളക്കാൻ സാധ്യതയുണ്ടെന്നാണ് അല്ലേ? ഇടയ്ക്കൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഹല്ലേലൂയ വേരില്ല കേട്ടോ പിടിച്ചു കയറാനായിട്ട്. ആമേൻ, ഹല്ലേലൂയ. ഒരു പച്ചപ്പിന്റെ അനുഭവമില്ല. പൊട്ടിക്കിളക്കാൻ പറ്റുന്ന ഒരു സാധ്യതകൾ ഇപ്പോൾ കാണുന്നില്ല. ഉണങ്ങിയ വടിയായിരിക്കുന്നത്, എല്ലാം ഉണങ്ങി തീർന്നിരിക്കുക. സ്തോത്രം ഹല്ലേലൂയ. സാധ്യതകളൊന്നും ഇല്ലെന്ന് ആര് പറഞ്ഞു? സാധ്യത ഇല്ലെന്ന്. നീ വെച്ചിരിക്കുന്ന ഇടം എവിടാന്ന് അറിയാവോ? നീ വെച്ചിരിക്കുന്ന ഈ വടി എവിടെ കൊണ്ട് വെച്ചിരിക്കുന്ന അറിയാവോ? സാക്ഷി കൂടാരത്തിനകത്ത് എന്റെ ദൈവത്തിന് ഈ ദേശത്ത് എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം പറയാൻ ആഗ്രഹമുണ്ട്. സാക്ഷി കൂടാരത്തിനകത്ത് ദൈവ സാന്നിധ്യം പറയുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ഈ മക്കളെ. ഒറ്റ രാത്രി കൊണ്ട് ഒരു ഉണങ്ങിയ കമ്പ് അവനിലെ തളിർത്തിട്ടു, അത് പൂത്തു, അവനിലെ അതേ കായും കൂടെ വന്ന് കിടക്കുക. നടത്തുന്നുണ്ട്. ഒരു സാമ്പത്തിക ഒരു പേരയുടെ അവൻ തൈ എവിടെന്തേലും മേടിച്ചുകൊണ്ടെന്ന് വീട്ടിൽ കൊണ്ട് വെച്ച് വിറ്റോസ് രാവിലെ കിടക്കുക. വിറ്റോസ് രാവിലെ കായം ഉണ്ടാവുക വെച്ചാ നമ്മളെത്രയോ അവന്റെ കൃഷികൾ വെച്ചിട്ടുള്ളത് അത്ര നാളെ കഴിഞ്ഞ് അതിന് ഫലമെടുക്കുന്നത്. പക്ഷെ എന്റെ ദൈവത്തിന് ഒത്തിരി ദിവസമൊന്നും വേണ്ട കേട്ടോ. നിന്റെ കാര്യത്തിനകത്ത് ഒരു തീരുമാനമെടുക്കാൻ എന്റെ ദൈവത്തിന് ഒത്തിരി ദിവസമൊന്നും വേണ്ട. ഇന്ന് പകലിൽ സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തില് ഈ മാസം അവസാനിക്കപ്പെടുന്നതിന് മുമ്പ് ജീവിതത്തിനകത്ത് ദൈവ കാര്യങ്ങളെ തീരുമാനിക്കും കേട്ടോ.
വെട്ടിക്കളഞ്ഞെന്ന് നീ വിചാരിക്കുമെങ്കിൽ ഇന്ന് പകൽ നിന്നെ കർത്താവ് വേര് പിടിപ്പിക്കാൻ പോകും. സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ മകൾ ജയമെടുക്കുകയാണ്. താഴ്വേര് ദൈവം പിടിപ്പിക്കുകയാണ്. ശത്രു വെട്ടിക്കളഞ്ഞെന്ന് ലോകം മുഴുവനും പറഞ്ഞു. അവരിൽ അടക്കം പറയുന്ന ആളുകളുണ്ട്. ഇനി തളർക്കത്തില്ല കേട്ടോ. ഇനി ദൈവത്തെ പ്രതി ഈ വചനത്തെ സാക്ഷ്യപ്പെടുത്തി അവൻ ദൈവമക്കളോട് എനിക്കൊന്നേ പറയാനുള്ളൂ. അവന് നിന്നെ ദൈവം വേര് പിടിപ്പിക്കും. ഹല്ലേലൂയ. മതങ്ങളൊക്കെ എനിക്ക് വല്ലാതെ കയറി വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോസഫിനെ വെട്ടിക്കളഞ്ഞാ അവനെ വെച്ച് കളഞ്ഞത്. സ്വസ്ത്രം. ഹല്ലേലൂയ. അവൻ യാതൊരു ബന്ധവുമില്ലാത്ത യാതൊരു അനുകൂലതയില്ലാത്ത ഒരു മണ്ണിനകത്ത് യോസഫിനെ വേര് പിടിപ്പിച്ച ഒരു ദൈവത്തെ അറിയാവുന്നു. സ്വത്രം. ഹല്ലേലൂയ. കർമ്മീയത്തെ ദൈവത്തെ മുഖത്തപ്പെടുത്തിയാണ്. ഒത്തിരി ചിന്തകളിലേക്ക് കയറി വരുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. കണ്ടോ ദൈവം വേര് പിടിപ്പിക്കുന്നത് കണ്ടോ? ആമേൻ. ദൈവം വേര് പിടിപ്പിക്കാൻ വിചാരിച്ചാൽ ആമേൻ. ഹല്ലേലൂയ. ഇനി ആർക്കും ഒന്നും കരമുയർത്തി ഒരിക്കൽ സ്വത്രം പറഞ്ഞേ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഒറ്റ രാത്രി കൊണ്ട് ആമേൻ 12 മണിക്കൂർ എടുത്തു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സന്ധ്യയ്ക്ക് കൊണ്ട് വെച്ചെന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. 6 മണിക്ക് വെച്ചു. പിറ്റേ ദിവസം 6 മണിയായപ്പോൾ 12 മണിക്കൂറായി. 12 മണിക്കൂറിൽ ആമേൻ. ഹല്ലേലൂയ. ഈ ഉണങ്ങിയ വടികളുടെ നടുവിൽ ഇരിക്കുന്ന അഹരോന്റെ വടിക്കകത്ത് മാത്രം എന്തോ ഒരു പ്രത്യേകത. മറ്റു വടികളെല്ലാം നോക്കിക്കൊണ്ടിരിക്കും ഇവരെ തന്നെ സംഭവിക്കുന്നുണ്ട്. ആമേൻ. മറ്റു വടികളെല്ലാം അതുപോലെ ഇരിക്കുമ്പോൾ അഹരോന്റെ വടിക്കകത്ത് ബദാം ഫലം കായ്ച്ചു കിടക്കും. ഇന്ന് പകലിൽ ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. ആമേൻ.